ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ 2ഉം എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 178 അതിലെ എക്സാമ്പിൾ 2, അതേപോലെ തന്നെ ഒന്നാമത്തെ എക്സസൈസിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒന്നാമത്തെ എക്സസൈസിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ്. കഴിഞ്ഞ 2 പാർട്ട് വീഡിയോയിലോട്ട് ചെയ്തു കഴിഞ്ഞതാണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ കണ്ടത് പഠിക്കേണ്ടതാണ്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ സിമിലർ ആണ്. കണ്ടില്ലേ, ഇവിടെ സൈൻ ബി ഈസിക്കൽ ടു സൈൻ ക്യൂ ആണ്, ഇവിടെ കോസ് എ ഈസിക്കൽ ടു കോസ് ബി ആണ്. ഒരിടത്ത് സൈൻ തന്നിരിക്കുന്നു, വേറൊരു ക്വസ്റ്റ്യനിൽ കോസ് തന്നിരിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഇത്തിരി ലെങ്തിയാണ്. അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യൻസും ഞാൻ പിന്നീടത്തേക്ക് മാറ്റിവെച്ചത്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ, അതായത് ഈ വർഷം ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് അത്യാവശ്യമാണ്. അതിൽ ആദ്യത്തേതാണ് SSS ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി. നമ്മൾ കഴിഞ്ഞ വർഷം SSS ഫോർ കോൺഗ്രുവൻസി പഠിച്ചിരുന്നു 9ാം ക്ലാസ്സിൽ. ഇതല്ല SSS ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി. ഇപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഫോർ എക്സാമ്പിൾ, ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്, വേറൊരു ട്രയാങ്കിൾ PQR ഉണ്ട്. കോൺഗ്രുവൻസിക്കാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ ട്രയാങ്കിളിലെ ഈ സൈഡ്സ് തമ്മിൽ ഈക്വൽ ആകണമായിരുന്നു. സിമിലാരിറ്റിക്ക് അതല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ AB ബൈ PQ ചെയ്തേ, AB ഡിവൈഡ് ബൈ PQ ചെയ്യുമ്പം നമുക്ക് 3/6 കിട്ടും. 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇതേപോലെ തന്നെ BC ബൈ QR ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഇത് 5/10 ആണ്. നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. ഇതേപോലെ തന്നെ AC ബൈ PR, AC ബൈ PR എത്രയാണ്? AC ബൈ PR 7/14. അത് ചെയ്യുമ്പോഴും നമുക്ക് 1/2 കിട്ടും. അതായത് AB ബൈ PQ അല്ലേ, ഇത് 3 ഈക്വൽ ആണല്ലോ. ഈക്വൽസ് ഇതെന്താണ്? BC ബൈ QR ഈസ് ഈക്വൽ ടു AC ബൈ PR ആണെങ്കിൽ, മനസ്സിലായല്ലോ. AB ബൈ PQ ഈസ് ഈക്വൽ ടു BC ബൈ QR ഈസ് ഈക്വൽ ടു AC ബൈ PR ആണെങ്കിൽ നമുക്ക് പറയാം ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. ട്രയാങ്കിൾ ABC നൊട്ടേഷൻ ഓർമ്മയുണ്ടല്ലോ, സിമിലർ ടു ട്രയാങ്കിൾ PQR ആണെന്ന്. എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്ക് എപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? AB ബൈ ഇവിടെ PQ ചെയ്ത് നോക്കണം. ആ കിട്ടുന്നത് തന്നെയാണോ BC ബൈ QR ചെയ്യുമ്പോഴും കിട്ടുന്നത് നോക്കണം. ആ കിട്ടുന്നത് തന്നെയാണോ AC ബൈ PR ചെയ്യുമ്പോഴും കിട്ടുമെന്ന് നോക്കണം. അതായത് ഇത് 3നും കൂടെ ചേർത്ത് സപ്പോസ് ഏതെങ്കിലും ഒരു വാല്യൂ P, ഇങ്ങനെ ഒരു വാല്യൂ വന്നിരിക്കട്ടെ. AB ബൈ PQ ചെയ്യുമ്പോഴും P കിട്ടി, BC ബൈ QR ചെയ്തപ്പോഴും P കിട്ടി, AC ബൈ PR ചെയ്തപ്പോഴും P കിട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ അത് 1/2 ആയിരുന്നു. സപ്പോസ് നമുക്കിവിടെ P കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ നമുക്ക് പറയാം ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന്. ഈ റൂളിന് പറയുന്ന പേരാണ് SSS സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഇതിലൊരു സബ് പാർട്ട് ഉണ്ട്. ഇങ്ങനെ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ P. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലോ, അപ്പം ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ Q. സോ ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ Q എന്ന് എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ R ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിൽ നമ്മൾ പറയുന്ന പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച CPCT എന്നുള്ള വാക്കാണ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഷോർട്ട് ഫോം ഒന്നുമില്ല, നമ്മളിങ്ങനെ നിരത്തി പിടിച്ച് എഴുതണം. കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തിയറം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസും ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസും തിയറം നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന പോലെ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു തിയറം പഠിക്കുന്ന രീതിയിലാണ്, അല്ലാതെ ഒരു കണക്ക് ചെയ്യുന്ന രീതിയിലല്ല, ഒരു തിയറം പഠിക്കേണ്ട രീതിയിലാണ് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടത്. എക്സാമ്പിൾ 2 ആണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ശരി, അപ്പം നമുക്ക് സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ 2 ട്രയാങ്കിൾ വരയ്ക്കണം. ശരി, നമ്മൾ 2 ട്രയാങ്കിൾസ് വരച്ചു. 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ് വരച്ചിരിക്കുന്നത്. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഉണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRുമാണ് വരച്ചിരിക്കുന്നത്. ശരി, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാം.
നമ്മൾ എഴുതി ലെറ്റ് us കൺസിഡർ 2 റൈറ്റ് ട്രയാങ്കിൾസ്. 2 റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR എന്നാണ് ഇതിന്റെ പേര്. എന്തുവാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? sin B is equal to sin Q. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ അക്കാര്യം നമുക്കൊന്ന് എഴുതാം. ഗിവൺ sin B is equal to sin Q. പഴയ വീഡിയോ കണ്ടവർക്കറിയാം എന്താ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഇവിടെ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണത്? AC ബൈ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാണത്? AB is equal to sin Q. ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഏതാണത്? PR ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണത്? PQ. ശരി, ഇനി ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്നു. എന്തിനാ ചെയ്തെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഈ ABയെ മുകളിൽ കൊണ്ടുവരുന്നു, PRനെ താഴെ കൊണ്ടുവരുന്നു. AC ബൈ ഈ PRനെ താഴെ കൊണ്ടുവന്നേ. PR is equal to AB മുകളിൽ ചെല്ലുമല്ലോ. AB ബൈ PQ. സപ്പോസ് ഈ AC ബൈ PR എന്ന് പറഞ്ഞാലും AB ബൈ PQ എന്ന് പറഞ്ഞാലും ഇതിന്റെ വാല്യൂ K ആണെന്നിരിക്കട്ടെ. K ലെറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അവസാനം സേ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ലെറ്റ് AC ബൈ PR is equal to K, AB ബൈ PQ is equal to K. AC മനസ്സിലായോ? ഈ ട്രയാങ്കിളിലെ AC ബൈ ഈ ട്രയാങ്കിളിലെ PR ഈക്വൽസ് ഈ ട്രയാങ്കിളിലെ AB ബൈ സെക്കൻഡ് ട്രയാങ്കിളിലെ PQ. അതിനെ നമ്മൾ K എന്ന് വിളിച്ചു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ SSS കോൺഗ്രൻസി പറഞ്ഞപ്പം പറഞ്ഞ അതേ കാര്യമാണ് കണ്ടോ. AB ബൈ PQ is equal to AC ബൈ PR. അപ്പം നമുക്ക് ഈ കോൺഗ്രൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓർക്കുക, ഇതൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ പഠിച്ചോണം. ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് AC ബൈ PR is equal to K എന്ന് എഴുതുന്നു. സോ AC ബൈ PR ഈക്വൽസ് K എന്ന് എഴുതുന്നു. ഇതേപോലെ തന്നെ AB ബൈ PQ is equal to K എന്ന് എഴുതുന്നു. സോ AB ബൈ PQ ഈക്വൽസ് K. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ AC is equal to K into PR. ഇതേപോലെ തന്നെ AB is equal to K into PQ. ഇതുവരെയുള്ള കാര്യങ്ങൾ ചുരുക്കമായിട്ടൊന്ന് പറയാം. 2 റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ACBയും ട്രയാങ്കിൾ PRBQവും. എന്നിട്ട് തന്നിരിക്കുന്നത് sin B is equal to sin Q ആണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്തു രണ്ട് സൈഡിലും. അതിനുശേഷം D ഒരു പോർഷൻ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. അതിന് കാരണമുണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിലെ AC ബൈ സെക്കൻഡ് ട്രയാങ്കിളിലെ PR is equal to ഫസ്റ്റ് ട്രയാങ്കിളിലെ AB ബൈ സെക്കൻഡ് ട്രയാങ്കിളിലെ PQ കിട്ടി. ആ കിട്ടിയ വാല്യൂന് നമ്മൾ K എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ AC ബൈ PR is equal to K അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ AB ബൈ PQ is equal to K എന്ന് എടുത്തു. ഇവിടെ PRനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ AC is equal to K into PR കിട്ടി. ഇവിടെ അതേപോലെ PQവിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. AB is equal to K into PQ എന്ന് കിട്ടി. ബാക്കിയുള്ള സ്റ്റെപ്പും ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ ട്രയാങ്കിൾ ABC എടുക്കുന്നു. ട്രയാങ്കിൾ ABC നമുക്കറിയാം. ട്രയാങ്കിൾ ABC എന്താണ്? 90 ഇതാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? AB സ്ക്വയർ is equal to എന്ത്? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലേ? എന്താ കാരണം? പൈതഗോറസ് തിയറമാണ് അങ്ങനെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ട്രയാങ്കിൾ PQR എടുക്കണം. ട്രയാങ്കിൾ PQR എന്താ പറഞ്ഞിരിക്കുന്നത്? PQ സ്ക്വയർ is equal to PR സ്ക്വയർ പ്ലസ് QR സ്ക്വയർ. ഇത് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. എന്തുണ്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ നമുക്ക് ACയും ABയും ഉണ്ടായിരുന്നു. കണ്ടോ? AC നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, AB ഉണ്ടായിരുന്നു. പക്ഷെ ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, BCയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ PQ ഉണ്ട്, PR ഉണ്ട്. PQവും PRും ഉണ്ട്, പക്ഷേ QRനെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് AB സ്ക്വയർ is equal to AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലേ? അവിടെ നിന്ന് നമുക്ക് BC സ്ക്വയറിന്റെ വാല്യൂ എന്ന് എഴുതാമോ? BC സ്ക്വയർ is equal to അല്ലേ? BC സ്ക്വയർ is equal to AC സ്ക്വയർ ഇപ്പുറത്ത് വരുമല്ലോ. ഇവിടെ ഓൾറെഡി ആരുണ്ട്? AB സ്ക്വയർ മൈനസ്
AC square and ഇവിടുന്ന് ആരുടെ പേര് എഴുതാം? QR square. So QR square is equal to PQ square minus PR square ഇപ്പുറത്ത് വരട്ടെ minus PR square. അങ്ങനെയാണെങ്കിൽ BC square divided by QR square എന്ന് എഴുതാം. is equal to എന്തായിരുന്നു BC square? AB square minus AC square by എന്താ QR square? PQ square minus PR square is equal to AB square. then ഇവിടെ ഉണ്ട് AB square. എത്രയാണത്? K into PQ square minus ഇവിടെ കണ്ടോ ഡിനോമിനേറ്ററിന് ചേഞ്ച് ഇല്ല. PQ square minus PR square അതേപോലെ എഴുതുകയാണ്. സോ ന്യൂമറേറ്ററാണ് നമ്മൾ AB സ്ക്വയറിന് പകരം K into PQ square കണ്ടോ. ABക്ക് പകരം K into PQ കൊടുത്തു മൈനസ് AC square. എന്താ AC? K into PR the whole square. That is BC square by QR square is equal to K into PQ the whole square. എത്ര വരും? K square into PQ square minus K square into PR square whole divided by PQ square minus PR square. അല്ലേ? ന്യൂമറേറ്ററിൽ നിന്ന് K square കോമൺ എടുക്കാമല്ലോ. K square into PQ square minus PR square by PQ square minus PR square. അല്ലേ? ഈ രണ്ടിടത്തെയും ഇതും ക്യാൻസൽ ആകുമല്ലോ. ബാക്കി എത്ര വരും? BC square by QR square is equal to K square. implies രണ്ട് സൈഡിൽ റൂട്ട് എടുത്തേ. BC by QR is equal to K. ഇതിന് ഇക്വേഷൻ നമ്പർ B കൊടുക്കുക. എന്താ ഇക്വേഷൻ നമ്പർ A നമ്മളോട് പറഞ്ഞത്? AC by PR അല്ലെ? ഇക്വേഷൻ നമ്പർ A and B നമുക്കൊന്ന് എഴുതാമല്ലോ. ഇക്വേഷൻ A നമ്മളോട് എന്താ പറഞ്ഞത്? AC by PR is equal to AB by PQ അല്ലെ? is equal to K എന്നാ പറഞ്ഞത്. എന്താ ഇക്വേഷൻ നമ്പർ B പറഞ്ഞത്? BC by QR ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? K തന്നെ കിട്ടും. സോ is equal to BC by QR അല്ലെ? മനസ്സിലായല്ലോ? ഇക്വേഷൻ നമ്പർ A നമ്മളോട് പറഞ്ഞു AC by PR ഉം AB by PQ ചെയ്യുമ്പോഴും K കിട്ടുമെന്ന്. എന്താ ഇക്വേഷൻ നമ്പർ B പറഞ്ഞത്? BC by QR ഉം എന്ത് തന്നെ? K തന്നെയാണ് എന്ന് പറഞ്ഞാൽ AC by PR is equal to AB by PQ. അതിന്റെ വാല്യൂ K അതേ വാല്യൂ തന്നെയാണ് ആർക്കുള്ളത്? BC by QR നുമുള്ളത്. സോ AC by PR is equal to AB by PQ is equal to BC by QR. ഇതിന്റെ അർത്ഥം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഏതാണ് റൂള്? SSS സിമിലാരിറ്റി ക്രൈറ്റീരിയ. അങ്ങനാണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ B is equal to ആംഗിൾ Q. എന്താണ് അങ്ങനെ വരാൻ കാരണം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ എന്ത്? ഈക്വൽ. നമുക്ക് എന്താണ് കിട്ടിയത്? ആംഗിൾ B is equal to ആംഗിൾ Q കിട്ടി. ഇതാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. പ്രൂവ് ദാറ്റ് ആംഗിൾ B is equal to ആംഗിൾ Q. ആൻസർ നമുക്ക് കിട്ടി. കാണുമ്പോഴേ അറിയാം ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. തിയറം പോലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നന്നായിട്ട് തന്നെ പഠിച്ചോണം. ഇതേപോലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനോടുണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ചെയ്യുന്നത്. ഈ എക്സസൈസിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം തൊട്ട് മുമ്പത്തെ 2 വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ A ആൻഡ് ആംഗിൾ B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾസിലെ 2 ആംഗിളായിട്ട് ഇങ്ങനെ ആംഗിൾ Aയും ആംഗിൾ Bയും എടുത്ത് ആളുകൾ കണക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മെത്തേഡും തെറ്റല്ല എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ സമാനമായ ഒരു എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു. എക്സാമ്പിൾ 2 കണ്ടോ? എക്സാമ്പിൾ 2 എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ Q ആൻഡ് ആംഗിൾ B ആർ അക്യൂട്ട് ആംഗിൾസ്. sin B is equal to sin Q. Prove that angle B is equal to angle Q. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ. ആംഗിൾ A ആൻഡ് ആംഗിൾ B ആർ അക്യൂട്ട് ആംഗിൾസ്. cos A is equal to cos B. Show that angle A is equal to angle B. അതായത് തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ആംഗിൾ Qവും ആംഗിൾ Bയും ആയിരുന്നു. ഇവിടെ അത് ആംഗിൾ Aയും ആംഗിൾ Bയും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളായിട്ട് എടുത്ത് ആളുകൾ കണക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റില്ല. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്യുന്നില്ല.
ഞാൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് തന്നത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തല്ലോ. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച ആളുകൾക്ക്, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ശരി, നമ്മൾ സൊല്യൂഷൻ എഴുതാം. 2 ട്രയാങ്കിൾസ് വരച്ചു. PAQവും DBCയും നമ്മൾ എഴുതിയിട്ടുണ്ട്. കൺസിഡർ 2 റൈറ്റ് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ PAQ ആൻഡ് ട്രയാങ്കിൾ DBC. ഇതാണ് നമ്മുടെ ആംഗിൾ എ. അവർ പറഞ്ഞിരിക്കുന്ന ആംഗിൾ എ ഇതാണ്, ആംഗിൾ ബി ഇതാണ്. ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്താ തന്നിരിക്കുന്നത്? കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അത് സൈൻ എ ആയിരുന്നു. ഇവിടെ കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി. സോ ഗിവൺ കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി അല്ലേ? എന്താ കോസ് എ? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇതാണല്ലോ നമ്മുടെ കോസ് എ. സോ കോസ് എ എന്ന് പറഞ്ഞാൽ എയുടെ അഡ്ജസന്റ് സൈഡ്. ഏതാണ് എയുടെ അഡ്ജസന്റ് സൈഡ്? QA. സോ QA ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? PA ഈസ് ഈക്വൽ ടു കോസ് ബി. ബിയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണത്? BC ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? DB. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇതിനെ രണ്ടിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇംപ്ലൈസ് QA ബൈ ഈ BC താഴെ വരുമല്ലോ. BC ഈസ് ഈക്വൽ ടു PA മുകളിൽ പോകും. PA ബൈ DB ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു നമ്മൾ? K. ലെറ്റ് നമ്മൾ അവസാനം എഴുതുമ്പോൾ സേ എന്ന് എഴുതിയാൽ മതി. ഇക്വേഷൻ നമ്പർ A. ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് QA ബൈ BC ഈസ് ഈക്വൽ ടു K അങ്ങനെ കൊടുക്കണം. അതേപോലെ തന്നെ PA ബൈ DB ഈസ് ഈക്വൽ ടു K അല്ലേ? ഇതിനെ ഇങ്ങനെ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതേപോലെ PA ബൈ DBയെ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? QA ഈസ് ഈക്വൽ ടു K ഇൻറ്റു BC കിട്ടും. ആൻഡ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? PA ഈസ് ഈക്വൽ ടു K ഇൻറ്റു DB കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? ട്രയാങ്കിൾ PQA കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ PQA എന്താ നമ്മുടെ പൈതഗോറസ് തിയറം പറഞ്ഞത്? PA സ്ക്വയർ അല്ലേ? ഈസ് ഈക്വൽ ടു എന്ത് വരും? PQ സ്ക്വയർ പ്ലസ് QA സ്ക്വയർ. ഇതേപോലെ തന്നെ ട്രയാങ്കിൾ DCB കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ DCB ഇംപ്ലൈസ് എന്ത് വരും? DB സ്ക്വയർ ഈസ് ഈക്വൽ ടു DC സ്ക്വയർ പ്ലസ് CB സ്ക്വയർ അല്ലെങ്കിൽ BC സ്ക്വയർ. നോക്കിക്കേ, നമ്മൾ തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിരുന്നത്? QA ഉണ്ട്, PA ഉണ്ട്. കണ്ടോ? QA ഉണ്ട്, PA ഉണ്ട്. ഏതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല? PQനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. സോ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ PQ കണ്ടുപിടിക്കണം. PQ സ്ക്വയർ ഈസ് ഈക്വൽ ടു PA സ്ക്വയർ മൈനസ് QA സ്ക്വയർ കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ BCയും ഉണ്ട്, DBയും ഉണ്ട്. കണ്ടോ? BC ഉണ്ട്, DB ഉണ്ട്. ആരെ കുറിച്ച് പറഞ്ഞിരുന്നില്ല? DCയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. സോ ഇവിടുന്ന് DC കണ്ടുപിടിക്കണം. സോ DC സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ BC സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. DB സ്ക്വയർ മൈനസ് BC സ്ക്വയർ. തൊട്ട് മുമ്പ് ചെയ്തതുപോലെ PQ സ്ക്വയർ ബൈ DC സ്ക്വയർ ചെയ്യാം. സോ PQ സ്ക്വയർ ബൈ DC സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര? PQ സ്ക്വയർ PA സ്ക്വയർ മൈനസ് QA സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എത്ര? DC സ്ക്വയർ DB സ്ക്വയർ മൈനസ് BC സ്ക്വയർ ഈക്വൽസ്. ഇവിടെ കണ്ടോ? QA ഉണ്ട് നമുക്ക്, QA. അതേപോലെ തന്നെ ഇവിടെ PAയും ഉണ്ട്. സോ PA സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? K ഇൻറ്റു DB ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താ? QA ഇവിടെ ഉണ്ടല്ലോ. K ഇൻറ്റു BC ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ തന്നിരിക്കുന്നത് DB സ്ക്വയർ മൈനസ് BC സ്ക്വയർ ഈക്വൽസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. K സ്ക്വയർ ഇൻറ്റു DB സ്ക്വയർ മൈനസ് K സ്ക്വയർ ഇൻറ്റു BC സ്ക്വയർ
ഡിവൈഡഡ് ബൈ ഡി ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. ഇവിടുന്ന് കെ സ്ക്വയർ കോമൺ എടുക്കുക. ഡി ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ കോമൺ എടുക്കുമ്പം ബി സി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഡി ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. ഇതും ക്യാൻസലായി. ബാക്കി നമുക്ക് എന്ത് വരും? കെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് പി ക്യു സ്ക്വയർ ബൈ ഡി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? കെ സ്ക്വയർ. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. പി ക്യു ബൈ ഡി സി ഈസ് ഈക്വൽ ടു കെ. ഇവിടെ ഇക്വേഷൻ നമ്പർ എ ഉണ്ടായിരുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ ബി കൊടുക്കുക. ഇതെല്ലാം തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെയാണ്. സോ എ ആൻഡ് ബി ഇംപ്ലൈസ് എന്താ എ പറഞ്ഞത്? ക്യു എ ബൈ ബി സി ഈസ് ഈക്വൽ ടു പി എ ബൈ ഡി ബി ഈസ് ഈക്വൽ ടു എന്താണ്? കെ. ഈ കെയുടെ വാല്യൂ ഇവിടെ നമുക്കൊരു കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ഇവിടെ പറഞ്ഞ കെ? ഇത് കെ ആണ്, ഇതും കെ ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി ക്യു ബൈ ഡി സി അല്ലേ? നോക്കിക്കേ, ക്യു എ ബൈ ബി സി ഈസ് ഈക്വൽ ടു പി എ ബൈ ഡി ബി ഈസ് ഈക്വൽ ടു പി ക്യു ബൈ ഡി സി. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ പി ക്യു എ സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എ അല്ലേ? പി ക്യു എ സിമിലർ ടു ഇവിടെ എന്ത് പറയണം? ഡി സി ബി. സോ ട്രയാങ്കിൾ ഡി സി ബി. മനസ്സിലായല്ലോ? ട്രയാങ്കിൾ പി ക്യു എ അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഡി സി ബി പറയണം. ഇംപ്ലൈസ് എന്താണ് അതിന്റെ റൂള്? SSS ക്രൈറ്റീരിയ ആണ്. സോ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നു. ഏതൊക്കെയാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾ ബി. എന്താണ് റൂള്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഇതാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി നമുക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസും തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മെത്തേഡിലല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് ചിലർ ചെയ്യാറുണ്ട്. എനിക്ക് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ടെക്സ്റ്റിൽ കിടക്കുന്ന മെത്തേഡ് ഇതാണ്. അതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ന് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടോ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ കാണുക, നന്നായി മനസ്സിലാക്കുക, വളരെ നന്നായി പഠിക്കുക.